നടനും നിർമ്മാതാവുമായി 40 വർഷത്തിലേറെയായി മലയാളികളുടെ സിനിമയുടെ ഭാഗമാണ് മണിയൻ പിള്ള രാജു. എന്നാൽ അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ വളരെ വിരളമായി മാത്രമേ മണിയൻ പിള്ള രാജു പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഏറെ മാസങ്ങൾക്ക് ശേഷം നടൻ മീഡിയയ്ക്ക് മുൻപിലെത്തിയത് അടുത്തിടെയായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് മണിയൻ പിള്ള രാജു കുടുംബത്തോടൊപ്പം എത്തിയത്. വധൂവരന്മാരെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചിരിയുമായി സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന നടന്റെ വീഡിയോയും ഫോട്ടോകളും വൈറലാണ്. ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് നടന്റെ രൂപമാറ്റമായിരുന്നു. ശരീരഭാരം കുറഞ്ഞ കവിളുകളൊട്ടി അവശനായ നിലയിലായിരുന്നു മണിയൻ പിള്ള രാജു. നടനെ അസുഖം അലട്ടുന്നുണ്ടോ എന്ന സംശയം അതിനുശേഷം പ്രേക്ഷകർക്കുണ്ടായി. ക്യാൻസർ ആണെന്നാണ് ചിലർ കമന്റായി കുറിച്ചത്. നടനെ ഏതോ മാരകരോഗം പിടികൂടിയിട്ടുണ്ടോ എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട മണിയൻ പിള്ള രാജുവിന്റെ മകനും നടനുമായ നീരജ് മണിയൻ പിള്ള രാജു പ്രതികരിച്ച് എത്തി. മനോരമ ഓൺലൈനോട് സംസാരിക്കവെയാണ് മണിയൻ പിള്ള രാജുവിന്റെ ശരീരം മെലിയാനുണ്ടായ യഥാർത്ഥ കാരണം നീരജ് വെളിപ്പെടുത്തിയത്. അച്ഛൻ ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീരജ് സംസാരിച്ചു തുടങ്ങിയത്. അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്തോ മാരക രോഗമാണെന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതൊന്നും ഞങ്ങളാരും ശ്രദ്ധിക്കാറ് കൂടിയില്ല. അതിനൊന്നുമുള്ള നേരമില്ല. അച്ഛന് ക്യാൻസർ ആയിരുന്നു, തൊണ്ടയിലായിരുന്നു അർബുദം. കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ. അത് മെലിയാൻ ഒരു കാരണമാണ്. പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ വായിലെയും തൊണ്ടയിലും തൊലിയൊക്കെ ശരിയായി വരാൻ 6 മാസം എടുക്കും. ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ. പോയ വണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളും. അച്ഛൻ്റെതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരുമാക്കിയാണ്. അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും. ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തു തന്നെ ഉണ്ടാകും. ഇപ്പോൾ അച്ഛൻ ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ തയ്യാറെടുത്തു തുടങ്ങി. അതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങളെന്നും നീരജ് കൂട്ടിച്ചേർത്തു. അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മണിയൻ പിള്ള രാജുവിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു.